ഒരു രാഷ്ട്രീയ സർജിക്കൽ സ്ട്രൈക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനമെടുത്തു. ദില്ലിയിലെ ചർച്ച ഇതാണ്. കാരണം വളരെ ഞെട്ടിക്കുന്നൊരു തീരുമാനം, വളരെ വിപ്ലവകരമായൊരു തീരുമാനം, ഒരുപാട് പേർക്ക് ആവേശം നൽകുന്നൊരു തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളാൻ പോകുന്നു എന്നാണ് ദില്ലിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ മന്ത്രിസഭാ പുനഃസംഘടനയോടെ മാറും. നമുക്കറിയാം, മുമ്പ് അദ്വാനിയായിരുന്നു, LK അദ്വാനിയായിരുന്നു ആഭ്യന്തരമന്ത്രി ആയിരിക്കെ ഉപപ്രധാനമന്ത്രിയുടെ ചുമതല വഹിച്ച ആൾ. ആ പദവിയിലേക്ക് അമിത്ഷാ വരുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം. ഇത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, ഒരുപാട് സന്ദേശങ്ങൾ പകരുന്നതാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇപ്പോൾ BJP അധ്യക്ഷൻ നിതിൻ നബീൻ ലക്നൗവിലുണ്ട്. ലക്നൗവിൽ അദ്ദേഹം NDA നേതാക്കന്മാർ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉപമുഖ്യമന്ത്രിമാരായ കേശവ പ്രസാദ് മൗര്യ, ബ്രജേഷ് പഥക് എന്നിവരുമായിട്ട് ചർച്ച നടത്തി. അടുത്ത UP തെരഞ്ഞെടുപ്പിനെയും യോഗി തന്നെ നയിക്കണം എന്നുള്ള സന്ദേശം BJP അധ്യക്ഷൻ ഉത്തർപ്രദേശിലെ BJP കാര്യകർത്താക്കൾക്കും NDA നേതൃത്വത്തിനും കൈമാറി എന്നാണ് പറയുന്നത്. അതിനുശേഷം രാഷ്ട്രീയ പ്രേരണാ സ്ഥലിൽ നടന്ന BJPയുടെ ശക്തി കേന്ദ്ര സംയോജന സമ്മേളനത്തെ നിതിൻ അഭിസംബോധന ചെയ്തു. ഇത് രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് എന്ന് കരുതണ്ട. കാരണം യോഗി ആദിത്യനാഥ് വീണ്ടും മുഖ്യമന്ത്രിയായാൽ അടുത്ത 5 വർഷം മുഖ്യമന്ത്രിയാണ്. ഇതിലേക്ക് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. മോദിക്ക് ശേഷം യോഗി എന്നുള്ള തരത്തിലുള്ള കാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഈ കാമ്പയിനുകൾ വലിയ തോതിൽ ഹിന്ദുത്വ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. മോദി പോയാൽ ഇനി യോഗി ആവണം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അമിത്ഷാ ഉപപ്രധാനമന്ത്രിയായാൽ വളരെ കൃത്യമായ ഒരു സന്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നു. തനിക്ക് ശേഷം രണ്ടാമൻ താൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാറിയാൽ ഭാരതത്തിൻ്റെ അടുത്ത പ്രധാനമന്ത്രി അമിത്ഷാ ആയിരിക്കും എന്നുള്ള സൂചനയായിരിക്കും മോദി ഇതിലൂടെ നൽകുക എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദി നയിക്കുമോ എന്നുള്ള ചോദ്യം വളരെ ആശങ്ക ഉണർത്തുന്നതും ആവേശമുണർത്തുന്നതുമാണ്. കാരണം ഒരുപാട് പേർ പറയുന്നുണ്ട്, മോദിക്ക് ഈ മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും ഒക്കെ മാറിയതുപോലെയുള്ള പ്രായപരിധി ആയിരിക്കുന്നു. അതുകൊണ്ട് മോദി എന്താണ് മാറാത്തത് എന്ന് ചോദിക്കുന്നത് BJPക്കാരല്ല, RSSകാരുമല്ല, അത് ചോദിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ്. കാരണം അവർക്ക് മോദി മഹാപേര് പോലെ മുന്നിൽ നിൽക്കുമ്പോൾ മോദിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മോദി എങ്ങോട്ടും മാറിയാൽ ഒരു കൈ നോക്കാം, അരക്കൈ നോക്കാം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, മുലായം സിംഗ് യാദവ് ആവട്ടെ, രാഹുൽ ഗാന്ധി ആവട്ടെ, അരവിന്ദ് കെജ്രിവാൾ ആവട്ടെ, ഇവരൊക്കെ അദ്വാനി മാറിയതുപോലെ, മുരളി മനോഹർ ജോഷി മാറിയതുപോലെ എന്താണ് മോദി മാറാത്തത്, പ്രായം 75 ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് BJP ആണ് തീരുമാനിക്കേണ്ടത്. BJPക്ക് അങ്ങോട്ട് തീരുമാനമില്ല. 75 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ മാറിയിരിക്കണം എന്നൊരു തീരുമാനമില്ല. അത് അവരുടെ ആരോഗ്യവും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏതായാലും അത് BJPയുടെ ഈ ആഭ്യന്തര കാര്യത്തിൽ വലിയ താല്പര്യം പ്രതിപക്ഷത്തിനുണ്ടായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോദിയാണെങ്കിൽ നമ്മളെ കൊണ്ട് കൂടില്ല കേട്ടോ എന്നുള്ള അഭിപ്രായം കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ മോദി തൻ്റെ കാലാവധി തീരാൻ പോവുകയാണ്, തനിക്ക് ശേഷം ആരെന്നതിന് ഉത്തരം കൊടുക്കുകയാണോ എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, അമിത്ഷായും മോദിയും തമ്മിലുള്ള സൗഹൃദം 1980 കാലഘട്ടത്തിൽ RSS BJP പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിചയപ്പെട്ടതാണ് അമിത്ഷായും മോദിയും. അന്ന് അമിത്ഷാ ഒരു യുവജന പ്രവർത്തകനായിരുന്നു, മോദി BJPയുടെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ആയിരുന്നു, സംഘടനാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഉള്ള ഒരു കെമിസ്ട്രി രൂപപ്പെടുകയും വലിയ മുന്നേറ്റം പാർട്ടി പ്രവർത്തന രംഗത്തുണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. പിന്നീട് 2001, 2014 കാലഘട്ടത്തിൽ ആണ് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി മാറുന്നത്. ആ സമയത്ത് അമിത്ഷായെ തൻ്റെ കൂടെ ചേർത്ത് നിർത്തി, തൻ്റെ വിശ്വസ്തനായ ആഭ്യന്തരമന്ത്രിയായി കൂടെ നിർത്തി മോദി. പിന്നീട് വ്യാജ ഏറ്റുമുട്ടൽ കേസെന്ന കള്ളക്കേസുണ്ടാക്കി അമിത്ഷായെ ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരിക്കെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കെ ജയിലിൽ അടച്ചപ്പോഴും അമിത്ഷായെ നരേന്ദ്രമോദി കൈപിടിച്ച് കൂടെ നിർത്തി. അങ്ങനെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അമിത്ഷാ BJPയുടെ അധ്യക്ഷനായിരിക്കെ BJP വലിയ ഒരു രാഷ്ട്രീയ വളർച്ചയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിലേക്ക് വളർന്നു. BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് ഒരു സ്വാധീനവും ഉണ്ടാകാതിരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടക്കം വലിയ സ്വാധീനമുണ്ടാക്കാനും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ ഭരണത്തിലേക്ക് BJPയെ കൊണ്ടുവരാനും കഴിഞ്ഞു. ഇതൊക്കെ മോദിയുടെ കൂടെ നിന്ന്, മോദിയുടെ നിഴൽ പോലെ നിന്ന് അമിത്ഷാ എന്നുള്ള രാഷ്ട്രീയ ചാണക്യൻ മുന്നോട്ട് വെച്ച കൗശലങ്ങളുടെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു.
പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധി പോലും പറയുന്നു ചാണക്യ എന്ന് അമിത്ഷായെ വിളിക്കുന്നത്. കാരണം അമിത്ഷായുടെ കാൽക്കുലേഷൻസ് വളരെ കൃത്യമാണ്, പ്രിസിഷൻ സ്ട്രൈക്കാണ്, കൃത്യമായി പ്ലാൻ ചെയ്ത് ലക്ഷ്യം ഭേദിക്കുന്ന തരത്തിലുള്ള ആസൂത്രണം. അത് അമിത്ഷായുടെ മികവാണ്. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കി, പിന്നെ സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട് CAA നടപ്പാക്കി. അതിനുശേഷം ഭാരതത്തിലെ നിയമ സംവിധാനങ്ങളാകെ പൊളിച്ചെഴുതിക്കൊണ്ട് BNS ഭാരതീയ ന്യായ സംഹിത അടക്കമുള്ള പുതിയ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളെയും സമാന്തര സർക്കാരുകൾ പോലെ ഭരിച്ചുകൊണ്ടിരുന്ന ചുവപ്പ് ഭീകരതയെ ഡേറ്റ് പറഞ്ഞ് തീയതി കുറിച്ചിട്ട് അവസാനിപ്പിച്ചു. അതായത് മാർച്ച് 31, 2026 എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ മാവോവാദി ഭീകരത അവസാനിച്ചിരിക്കും എന്ന് കാലേക്കുട്ടി പറഞ്ഞാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടപടികളെടുത്ത് അത് അവസാനിപ്പിച്ചതും മാവോവാദികളെ യമപുരിക്കയക്കുകയും അല്ലാത്തവരെ കീഴടങ്ങി ആയുധം വെച്ച് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്തു. വലിയ നേട്ടമാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരുന്ന് 10 വർഷത്തിനുള്ളിൽ അമിത്ഷാ ഉണ്ടാക്കിയെടുത്ത ഈ മാറ്റങ്ങൾ ആരും സല്യൂട്ട് അടിച്ചു പോകുന്ന മാറ്റങ്ങളാണ്. അങ്ങനെ ഒരാൾ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കണം, യോഗിയാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഗി ആദിത്യനാഥിനെ മാറ്റിവെച്ച് ഉത്തർപ്രദേശിലെ ഭരണം പിടിക്കാൻ പറ്റുന്ന മറ്റൊരു മുഖമാരാണുള്ളത്. അല്ലെങ്കിൽ അമിത്ഷാ പോയി ഉത്തർപ്രദേശിൽ മത്സരിച്ച് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകണം. പക്ഷേ മോദി അമിത്ഷായെ ഗ്രൂം ചെയ്തെടുത്തിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രിയാകാനാണ് എന്ന് പൊതുവിൽ പറയുന്നവരുണ്ട്. കാരണം അവരുടെ ഈ ദ്വന്ദ്വത്തിൻ്റെ ഒരു കെമിസ്ട്രി, നേരത്തെ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള പരസ്പര സൗഹൃദം. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം മോദിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ്. മോദിയല്ലാതെ മറ്റൊരു നേതാവില്ല. മോദി മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് താഴേത്തട്ടിൽ അണുവിട പിശകാതെ കൃത്യതയോടെ നടപ്പാക്കുന്നു എന്നതാണ് ഈ മോദി അമിത്ഷാ ബന്ധത്തിൻ്റെ സാർത്ഥകമായ റിസൾട്ട്. അത് എത്രമേൽ ഗാഠമായ സൗഹൃദം, ഇത്രമേൽ ഗാഠമായ ഒരു ഇഴയെടുപ്പം ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അങ്ങനെ നരേന്ദ്രമോദിയുടെ എക്കാലത്തെയും വിശ്വസനായ അമിത്ഷായെ വഴിയിൽ കടഞ്ഞിട്ട് മോദി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിക്ക് ശേഷം ഒരു പേരുണ്ടെങ്കിൽ അത് അമിത്ഷായുടെ പേര് തന്നെ ആയിരിക്കും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നടത്തുന്നവരാണ്. എന്നെ സംബന്ധിച്ച് മോദിക്ക് ഏതെങ്കിലും കാരണവശാൽ അടുത്ത ടൈമിൽ പ്രധാനമന്ത്രിയായി ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായും ആ പദവിയിലേക്ക് കൊണ്ടുവരിക അമിത്ഷായെ തന്നെയായിരിക്കും. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണോ ഇപ്പോൾ തൻ്റെ പിൻഗാമി അമിത്ഷായാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് രാഷ്ട്രം കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. കാരണം അത്തരം ചർച്ചകൾ നടക്കുന്നതായി വലിയ തോതിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി ഒരുപാട് സമയമുണ്ട്. UP ഇലക്ഷൻ അദ്ദേഹം നയിക്കുന്നു. വീണ്ടും അദ്ദേഹം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി വരും. പക്ഷേ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഒരു സങ്കടമുള്ളത് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ഉത്തർപ്രദേശിലാണ്. 2019 62 സീറ്റുകൾ BJP നേടി. 2024 അത് 33 കുറഞ്ഞു. മോദി മുന്നോട്ട് വെച്ച 400 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വിഘാതമായി മാറിയത് ഉത്തർപ്രദേശിൽ കുറഞ്ഞ സീറ്റുകൾ കൂടിയാണ്. അതിനുള്ള കാരണം അക്കാലത്ത് വലിയ ചർച്ചയായി. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളനുസരിച്ച് യോഗി ഒരു ലിസ്റ്റ് കൊടുത്തെന്നും ആ ലിസ്റ്റിൽ നിന്നുള്ള ആളുകളെ അമിത്ഷാ സ്ഥാനാർത്ഥിയാക്കിയില്ലെന്നും വലിയ ജനവിരുദ്ധത ഉണ്ടായിരുന്ന ചില MPമാരെ വീണ്ടും മത്സരിപ്പിച്ചപ്പോൾ അവരൊക്കെ തോറ്റുപോയി എന്നും പറയുന്നു. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം പോലും തോറ്റുപോയി. അത് വല്ലാത്തൊരു ക്ഷീണമായിരുന്നു. ഇപ്പോഴും BJP വിരുദ്ധർ, സംഘവിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയും അയോധ്യ ഇരിക്കുന്നിടത്ത് നിങ്ങൾ തോറ്റില്ലേ എന്ന് പറയും. ഇതൊരു വലിയ പ്രശ്നമാണ്. മാത്രമല്ല അയോധ്യയുടെ പേരിൽ ഇപ്പോൾ ഒരു വലിയ വിവാദം, വ്യാജ പ്രചാരണങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അവിടെ ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണുന്നതുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ, ചില മോഷണമൊക്കെ നടന്നു. അതിന് മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും സമാധാനം പറയണം എന്നൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദമുണ്ടാക്കുകയും ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ പോലും പോകാതിരുന്ന ആളുകൾ രാമൻ്റെ പേരിൽ മാറത്തടിച്ച് നിലവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി തന്നെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. അദ്ദേഹമായിരിക്കണം UP തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖം എന്നതിൽ സംശയമില്ല. നമ്മൾ ആലോചിക്കുമ്പോൾ ഈ 2017 യോഗി മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. 2017 യോഗിയെ അല്ല മുഖ്യമന്ത്രിയാക്കാൻ BJP തീരുമാനിച്ചിരുന്നത്. 5 തവണയോ മറ്റോ ഗോരഖ്പൂരിൻ്റെ
MP ആയിരുന്ന യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് MLA മാർ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് MLA മാർ ആവശ്യപ്പെട്ട് ആണ് യോഗി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത്. ഏതായാലും യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശിൽ നിന്ന് മാറ്റാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെയായിരിക്കും UP ഇലക്ഷൻ നയിക്കുക എന്ന് BJP അധ്യക്ഷൻ്റെ ലക്നൗ സന്ദർശനം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം അമിത്ഷാ എന്ന ചാണക്യൻ ഇനി നരേന്ദ്രമോദി സർക്കാരിലെ കൂടുതൽ കരുത്തുള്ള രണ്ടാമനായി അറിയപ്പെടും. നാളെ ഒന്നാമനായി വരാൻ പോകുന്നതും അമിത്ഷായാണ് എന്നുള്ള സന്ദേശം പകർന്നു കൊടുക്കും എന്നൊക്കെയാണ് വാർത്തകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ BJP ആണ് പാർട്ടി. BJP എന്ത് തീരുമാനിക്കും എന്നുള്ളത് തീരുമാനം വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അതുപോലെ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മനസ്സിൽ എന്താണ് എന്നത് ഊഹിച്ചെടുക്കാൻ ആർക്കും കഴിയാറില്ല. പക്ഷേ അമിത്ഷായാണ് ഉപപ്രധാനമന്ത്രി എങ്കിൽ അത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകലാണ്. മോദിക്ക് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2029 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്നെ BJPയെ നയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ തൻ്റെ കാലശേഷം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് താൻ ഏതെങ്കിലും കാരണവശാൽ മാറിയാൽ ആ പദവിയിലേക്ക് വരേണ്ട ആളെന്ന നിലയിൽ അമിത്ഷായെ ഗ്രൂം ചെയ്യാൻ നരേന്ദ്രമോദി തീരുമാനിക്കുമോ, അതിൻ്റെ ഭാഗമായി മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഉപപ്രധാനമന്ത്രിയുടെ കസേരയിൽ അമിത്ഷാ ഇരിക്കുമോ എന്നത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാം. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ആരൊക്കെ കേന്ദ്രമന്ത്രിമാരാവും, ആരൊക്കെ BJPയുടെ പുതിയ സംഘടനാ ചുമതല ഉള്ള ഭാരവാഹികളായി മാറും എന്നതും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്കറിയാൻ കഴിയും. നമുക്ക് കാത്തിരിക്കാം. ഏറ്റവും പുതിയ വാർത്തകളുമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി അത് ചെയ്യണേ.